നിങ്ങൾക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയ ഉടനെ നമ്മളെല്ലാം ജങ്ക് ഫുഡ് എന്ന് പറയും അല്ലേ? നമ്മൾ കണ്ടോ കിട്ടിയതെല്ലാം വാരി വെച്ച് കഴിക്കും. ശരിയല്ലേ? ശരിയല്ലേ? അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ? ആരോഗ്യത്തിന് എന്താണത്? ഹാനികരമാണ്. എന്താണ് പറഞ്ഞത്? ആരോഗ്യത്തിന് ഹാനികരം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ അച്ഛന്മാരും അമ്മച്ചിമാരും ചെയ്യുന്ന അതാണ്. അവർ തന്നെ ഫുഡ് ഉണ്ടാക്കി അല്ലേ? എന്നുവെച്ചാൽ ആവിയിൽ വറുത്ത് ആവി ചെയ്യുക അല്ലേ? അതാണ് ഇത് പറയുന്നത് പറഞ്ഞാൽ. നോക്കിയ ഉണ്ട, പട്ടയപ്പം, ഇതൊക്കെയാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. ഇതാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇതാണ് നല്ല ആരോഗ്യത്തിന് നല്ല കാര്യം അല്ലേ? അപ്പം ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഈ ജങ്ക് ഫുഡ് കടയിലിരിക്കുന്ന എണ്ണയിലിട്ട് വറുക്കുക. അവർ എണ്ണയിലിട്ട് വറുക്കുന്നത് അറിയാവോ? അവർ ഒരു പ്രാവശ്യം ഒരു സാധനം തന്നെ അല്ല, പല സാധനങ്ങൾ ഒരേ എണ്ണയിൽ തന്നെ എണ്ണ കറുത്താലും അതിൽ തന്നെ ഇട്ടാണ് വറക്കുന്നത്. അത് നല്ലതാണോ? അതുകൊണ്ടാണ് നമുക്ക് ക്യാൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയാണ് ഗവൺമെൻറ് ഈ പ്രോഗ്രാം വെച്ചേക്കുന്നത്. അപ്പം ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയേക്കുന്ന ആരാണെന്നറിയാമോ? ആരാണ്? നമ്മുടെ ഇവിടെ പഠിപ്പിച്ചിരുന്ന സനൽ സാറാണ്. സനൽ സാറ് ഇപ്പോൾ സെന്റ് എഫ്രൈംസ് മാന്നാന സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. സാർ ഇപ്പോൾ NCCയുടെ ചാർജ് ഒക്കെയായിരുന്നു. സാറിനെ ആർദ്രവുമായിട്ട് എല്ലാവരുടെയും പേരിൽ ക്ഷണിച്ചു കൊടുക്കുന്നു. ഹാപ്പിയാണോ? ഇവിടെ വന്നപ്പോൾ അതിശയം. ഇന്നൊരു വീണ് കെട്ടിയ ഭാഗ്യമാണ്. വീണ് കിട്ടിയ ഒരു ഭാഗ്യം. ഞാനിവിടെ കാണാൻ വേണ്ടി വന്നതാണ്. വേറെ പ്രോഗ്രാമിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ നിങ്ങളെ ശരിക്കും അഭിമാനത്തോടുകൂടി ഓർക്കുവാണ്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഈ സ്കൂൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്കൂളിലെയും കുട്ടികൾ അവർക്ക് വേണ്ടത് പപ്സാണ്. അവർക്ക് പപ്സ് മാത്രം മതി, അവർക്ക് പിന്നെ അൽഫാം മാത്രം മതി, അല്ലെങ്കിൽ കുഴിമന്തി മാത്രം മതി, പിന്നെ കട്ട്ലറ്റ് മാത്രം മതി, അല്ലെങ്കിൽ ചിക്കൻ സമൂസ മാത്രം മതി. അങ്ങനത്തെ കുറേ ഒരു സംസ്കാരമുള്ള കുട്ടികളാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായ സ്മെല്ല് വരുന്നു. അപ്പോൾ എന്തോ പുഴുങ്ങിയിരിക്കുന്ന സ്മെല്ലായിരുന്നു. പുഴുങ്ങിയതിൻ്റെ സ്മെല്ലാണ്. എന്തുവായിരുന്നു നിങ്ങളായി ഉണ്ടാക്കിയത്? എന്തൊക്കെയായിരുന്നു പുഴുങ്ങിയത്? ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാ? കുഴക്കട്ട അല്ലേ? കുഴക്കട്ട ആണോ? പുട്ട്, അട, വട്ടയപ്പം, എന്തെല്ലാം മുട്ട, ഇടിയപ്പം, എന്തെല്ലാം സാധനങ്ങളാണ്. ഒരു കാലത്ത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ, നമ്മുടെ അപ്പനമ്മമാര്, അപ്പൂപ്പനൊക്കെ ഇതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു, അവർക്ക് ആയുസ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുക. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഉത്തരവാദിത്വം. അതായത് നിങ്ങളുടെ തലമുറയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് ആവിയിൽ പുഴുങ്ങിയെടുത്ത ശരീരത്തിന്റെ ആരോഗ്യത്തിന്, നമ്മുടെ ആയുസ്സിന് വേണ്ട വലിയ കാര്യങ്ങളാണ് നിങ്ങളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഒരു എന്താ പറയുന്ന ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങളിവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. മറ്റുള്ള സ്കൂളിലെ കുട്ടികളെക്കാട്ടിലും അല്ലെങ്കിൽ അവരെയും നിങ്ങളിങ്ങനെ പ്രചോദിപ്പിക്കണം. ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പോഷൻ പക്കോട എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തു. അത് ആരോഗ്യത്തിന് ഏറ്റവും വലുതാണ് എന്ന് നമ്മുടെ സെന്റ് ജോസഫ് സ്കൂളിലെ കുട്ടികൾ ബാക്കിയുള്ള കുട്ടികളെ അറിയിക്കണം. അതിനുള്ള ഒരു കർമ്മ പരിപാടി നിങ്ങൾ ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്നു. അതിൽ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഈ പരിപാടി എല്ലാവരുടെയും പേരിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു.